എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നമുക്ക് 140 മണ്ഡലങ്ങളുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഒറ്റ സ്ട്രെച്ചിൽ ഇലക്ഷൻ നടക്കുന്ന ഒരു മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും അതിൻ്റെ റിസൾട്ട് വരുന്നത്. അതായത് മെയ് 4-ന്. അത്രയും ഡിലേ ആയിട്ടൊരു റിസൾട്ട് വരുന്നത് അത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ആ എലക്ഷന് നമ്മൾ ഓരോരുത്തരും പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സമ്മതിദാനാവകാശം നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരം, നമ്മുടെ അധികാരം, നിങ്ങളുടേതെന്നല്ല, നമ്മുടെ എല്ലാവരുടെയും അധികാരം കയ്യിൽ കിട്ടുന്ന ദിവസമാണ് നാളെ. അത് പൂർണ്ണമായി ഉപയോഗിക്കുക. ജസ്റ്റ് ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഇന്ന ആശയത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം അയാൾക്ക് വോട്ട് കൊടുക്കണം, ഇന്ന ആശയത്തിൽ വിശ്വസിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് മാത്രമേ വോട്ട് കൊടുക്കൂ. അല്ലെങ്കിൽ വ്യക്തിത്വം നോക്കി വോട്ട് കൊടുക്കാൻ നിൽക്കരുത്. ചിലർക്ക് വ്യക്തിത്വം ഉണ്ടായിരിക്കും, പക്ഷേ കാര്യമില്ല. അല്ലെങ്കിൽ അയാളുടെ സഹതാപം, അയാളുടെ കരിയറിൻ്റെ ഇപ്പം ലൈക്ക് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ടു. എന്തുകൊണ്ടുണ്ടായി? ഒരു ഗുണം ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ കോമഡി പീസാവുക എന്നാണ് നമ്മൾ കണ്ടത്. അതുപോലൊരു പിന്നെ 5-6 വോട്ടായിട്ട് ഇവിടെ മത്സരിച്ച് തോക്കുന്നു, അതുകൊണ്ട് അയാൾക്ക് ഇത്തവണ ഒന്ന് ജയിപ്പിച്ചു വിട്ടേക്കാം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനൊരു രീതിയിലും ആർക്കും ആരുടെയും ഒരു സഹതാപത്തിൽ നിങ്ങൾ വോട്ട് കൊടുക്കാൻ പാടില്ല. നിങ്ങളവിടെ നിങ്ങളുടെ മണ്ഡലത്തിൽ അയാൾ വന്നു കഴിഞ്ഞാൽ, ആ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ, ഇന്ന സ്ഥാനാർത്ഥി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തനാണ്, അതായത് ഒരു ലീഡറാണ് എന്നത് മാത്രമല്ല, ഒരു നല്ല ഭരണകർത്താവായിരിക്കും എന്നുള്ള ഉറപ്പുള്ള ആൾക്ക് അധികാരം നൽകുക. അങ്ങനെ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം. സോ ബി ബോൾഡ്. നാളത്തെ ദിവസം ബോൾഡായി തന്നെ ഉപയോഗിക്കുക. വെറുതെ നിങ്ങൾ ഇന്ന പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ആ പ്രസ്ഥാനത്തിൽ വോട്ട് കൊടുത്ത് ആ പ്രസ്ഥാനത്തെ മാത്രം അങ്ങനെ ജയിപ്പിക്കരുത്. ഞാൻ LDF പ്രവർത്തകനാണ്. എൻ്റെ മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അദ്ദേഹം അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ മണ്ഡലത്തിൽ ഞാൻ പറയുന്ന ഒരാൾ ജയിക്കുമെന്ന് എനിക്കറിയാം. കാരണം അയാൾ ജയിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം നടത്താൻ കഴിയും അദ്ദേഹത്തിന്. അദ്ദേഹം തെളിയിച്ചതാണ്. സോ ഹി ഈസ് ദ ബെസ്റ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ മണ്ഡലം, നിങ്ങളുടെ മണ്ഡലത്തിലെ നിങ്ങൾക്ക് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളവരുടെ ഇടയിൽ ഏറ്റവും നല്ല ബോൾഡായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ഒരു ഭരണകർത്താവ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഭരണകർത്താവിൻ്റെ കടമ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾക്ക് അധികാരം നിങ്ങൾ നൽകുക. നിങ്ങളുടെ സമ്മതിദാന അവകാശം ഉപയോഗിച്ച് നമ്മുടെ അടുത്ത 5 വർഷം ഭരിക്കാൻ നിങ്ങൾ നൽകുക.